രക്ഷിക്ക്. ഇതാണ് എന്റെ കുടുംബം, എന്റെ സന്തോഷം. ചട്ടമ്പി പാറു ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. രണ്ടുപേരും കുളിച്ച് വേഷം മാറി വേഗം വാ, ഞാൻ ആഹാരം എടുത്തുക്കാം. എന്താ പറഞ്ഞത് കേട്ടില്ലേ? കുളിച്ച് വേഷം മാറി വന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കായിരുന്നു. ഇത് കൊള്ളാലോ, അമ്മയ്ക്കും മോക്കും നല്ല അനുസരണ ഉണ്ടല്ലോ. ഒന്നേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു നോക്കി. ഇരിക്കേ, കഴിക്കേ. വേണ്ട, ഞങ്ങൾ കഴിച്ചോളാം. സാരല്ലേ, ഇതൊക്കെ ഒരു രസമല്ലേ? വാമോളെ ഇരിക്കേ, കഴിക്കേ, കഴിച്ചേ. ആ ഇരിക്കേ. ആ കഴിക്കേ. അയ്യോ, ഒരു കാര്യം ചോദിക്കാൻ ഞാൻ മറന്നു. അല്ല, നിങ്ങൾ കഴിച്ചോ? നിർത്തണ്ട, ചോദ്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചോളാം. എന്താ ഞാൻ പറഞ്ഞത് നിനക്ക് സമ്മതമാണോ? ആ നശിച്ച കുഞ്ഞു മലിനപ്പെടുത്തിയ നിന്റെ യൂട്രസ് റിമൂവ് ചെയ്യാൻ നീ തയ്യാറാണോ? എന്താ ശ്രീനി ഇതൊക്കെ? ഭ്രാന്തിനൊക്കെ ഒരു പരിധിയില്ലേ? എന്ത് വിവരക്കേടായി പറയുന്നേ? ഞാൻ പറയുന്നതാണോ ഇവള് കാണിച്ചതാണോ വിവരക്കേട്? ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞല്ലേ? നീ എന്താ വിചാരിച്ചേ ഞാൻ തമാശ പറയാന്നോ? അതെ, ശ്രീനിവാസൻ ജോക്സ് പറയാറില്ല. ഗൗരവമുള്ള കാര്യങ്ങൾ പറഞ്ഞു മാത്രമാണ് എനിക്ക് ശീലം. നീ എന്നോട് ചോദിച്ചില്ലേ ഈ വിഷയത്തിന് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോന്ന്? നിന്റെ മകളെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കുമോന്ന് ആലോചിച്ചു, ഒരുപാട് ആലോചിച്ചു. ഒടുക്കം എനിക്ക് കിട്ടിയ ഉത്തരം ഇതായിരുന്നു. എന്ത്? യൂട്രസ് റിമൂവ് ചെയ്യാന്നോ? അതെ, അതൊരു നല്ല സൊല്യൂഷൻ അല്ലേ? നിങ്ങളെന്താ കളിയാക്കാണോ? ഇതുപോലൊരു കാര്യം കളിയും തമാശയായിട്ട് പറയേണ്ടതാണോ? നെവർ. ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ഈ നെറുകെട്ട കുഞ്ഞു കിടന്ന യൂട്രസിൽ അടുത്തൊരു തലമുറ ഉണ്ടായാൽ അതിന്റെ പ്യൂരിറ്റിയെ ഈ കളങ്കം ബാധിക്കില്ലെന്ന് എന്താ ഉറപ്പ്? ഒരു IAS കാരനായ ഞാൻ എന്താണ് ഇങ്ങനെ ശാസ്ത്രബോധമില്ലാതെ സംസാരിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. ശാസ്ത്രത്തിലല്ല ഞാൻ ജനിച്ചു വളർന്നത്. അരിപ്പൊടി കോലങ്ങൾ കഥ പറയുന്ന ഒരു സാധാരണ അഗ്രഹാര തെരുവിലായിരുന്നു. മറ്റെല്ലാത്തിനേക്കാളും വലുത് എന്റെ പാരമ്പര്യം തന്നെയാണ്. അത് തെറ്റാണെന്ന് തെളിയിക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ മെഡിക്കൽ സയൻസിന്റെയും സഹായം തേടാം. പഴഞ്ചനെന്നോ വിവരം കെട്ടവനെന്നോ മുദ്രകുത്തി എന്നെ 14ാം നൂറ്റാണ്ടിലേക്ക് മടക്കി അയക്കാം. എന്തു നേരിടാൻ ഞാൻ ഒരുക്കാണ്. പക്ഷെ
ദേ, ശാപം കിട്ടിയതൊന്നും ചുമന്നുകൊണ്ട് കിടക്കാൻ എന്നെ നിർബന്ധിക്കരുത്. ശ്രീനി എന്ത് നോൺസെൻസാ ഈ പറയുന്നേ? നിങ്ങൾ പഠിച്ചവനല്ലേ, ലോകം കണ്ടവനല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കണ്ട ആദ്യത്തെ ലോകം നിങ്ങൾ ഈ പറയുന്ന പഠിച്ചു മനപ്പാടമാക്കിയ ലോകമല്ല, അനുഭവങ്ങളുടെയും ആചാരങ്ങളുടെയും ലോകമാണ്. അവിടെ എന്റെ ശരി ഇത് മാത്രം. ശ്രീനി, നമ്മുടെ മോള് ഒരു ചെറിയ കുട്ടിയല്ലേ? ഒരു കുട്ടിയുടെ അമ്മയാവാൻ പോകുന്ന ഇവളാണോ ചെറിയ കുട്ടി? പറയുമ്പോ വാക്കുകളിൽ കുറച്ച് മര്യാദ കാണിക്കണം മായേ. ഞാനല്ലോ, നീയല്ലേ ഇപ്പൊ സെൻസില്ലാതെ സംസാരിക്കുന്നേ. കുട്ടികൾക്ക് തെറ്റ് പറ്റുന്നതും പാരന്റ്സ് അവരെ ഉപദേശിക്കുന്നതും അബോർഷൻ നടത്തുന്നതും ഒക്കെ നാട്ടിലെ കേട്ടുകേൾവിയുള്ള കാര്യങ്ങളാ. പക്ഷെ ഇത് കേട്ടുകേൾവികൾ ഉണ്ടാവുന്നത് ഇങ്ങനെയല്ലേ? ആരെങ്കിലും ഒരാൾ ഇങ്ങനെ തുടങ്ങി വെച്ചാലല്ലേ ഇത് പിന്നീട് മറ്റുള്ളവർക്ക് അനുകരിക്കാൻ പറ്റൂ. ഞാൻ തുടങ്ങി വെക്കുന്നു. അശുദ്ധമായതൊന്നും ഇനി എന്റെ മകൾക്ക് വേണ്ട. എങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ വലിയ ദൈവവിശ്വാസിയല്ലേ? ജനിച്ചതും വളർന്നതും ജീവിച്ചതും ഒക്കെ ക്ഷേത്രങ്ങൾക്ക് നടുവിലല്ലേ? അവിടെ എന്തെങ്കിലും അശുദ്ധി ഉണ്ടായാൽ പുണ്യാഹം തളിച്ച് കർമ്മങ്ങൾ ചെയ്ത് ശുദ്ധി വരുത്തുകയല്ലേ പതിവ്? അതോ അതിന്റെ പേരിൽ ശ്രീകോവിൽ ഇടിച്ച് നിരത്തോ? ചെറിയ അശുദ്ധികൾക്ക് പുണ്യാഹം മതിയാവും. പക്ഷേ ശപിക്കപ്പെട്ട ഭൂമിയിലാണ് പ്രതിഷ്ഠ എന്നറിഞ്ഞ ശ്രീകോവിൽ മാത്രമല്ല, ക്ഷേത്രം തന്നെ ഇടിച്ചു നിരപ്പാക്കും. ഞാനിത് ചെയ്യുന്നത് എനിക്ക് വേണ്ടിയല്ലെന്ന് 1 കോടി തവണ ഞാൻ പറഞ്ഞു. എന്റെ പൂർവ്വസൂരികളുടെ കണ്ണുനീരെന്റെ ചങ്കിൽ വീണ് പൊള്ളുന്നുണ്ട്. ആ പുന്നാമ നരകത്തിൽ നിന്ന് എനിക്ക് അവരെ ത്രാണനം ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ ഞാൻ മാത്രമല്ല, എനിക്ക് പിന്നാലെ വരുന്ന 7 തലമുറകൾ മോക്ഷം കിട്ടാതെ അലയും. പറ, ഈ തീരുമാനത്തിൽ ഇവൾക്ക് സമ്മതമാണെങ്കിൽ കഴിഞ്ഞതൊക്കെ ഞാൻ മറക്കാം. ജീവിക്കുന്നിടത്തോളം കാലം നമുക്ക് അച്ഛനും അമ്മയും മകളും മാത്രമായിട്ട് ജീവിക്കാം. അതല്ല, എന്നെ ധിക്കരിച്ച് മുന്നോട്ട് പോകാനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ അതിന് വലിയ വില നൽകേണ്ടി വരും. അറിയാലോ, ഒരു ഭ്രാന്തന്റെ ഭാവനകൾക്ക് അതിർവരമ്പുകളൊന്നുമില്ല. ആകാശവും ഭൂമിയും അനേകായിരം ഗാലക്സികളും കിടന്നത് എങ്ങോട്ട് വേണമെങ്കിലും സഞ്ചരിച്ചു കളയും. ഉറങ്ങിക്കിടക്കുന്ന എന്റെ ഭ്രാന്തിന്റെ ഭാവന നക്ഷത്രങ്ങളെ ദയവ് ചെയ്ത് നിങ്ങൾ വിളിച്ചുണർത്തരുത്. ഒരിത്തിരി കരുണ കാണിച്ചൂടെ? അമ്മ